പത്തനംതിട്ട കല്ലേലിയിൽ കാട്ടാനാക്രമണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട തോട്ടം തൊഴിലാളിക്ക് പരിക്കേറ്റു. തൊഴിലാളിയായ ആലീസിനാണ് പരിക്കേറ്റത്. രാവിലെ ഒരു 5 മണി അടുക്കാറായപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങി റബ്ബറിനകത്ത് പോയ വഴിക്ക് ആന കണ്ട് ഞാൻ ഓടി. ഇത് എൻ്റെ പുറകെ ഓടി വന്നു. ഞാൻ ഉരുണ്ട് വീണ് എണ്ണിച്ച് ഓടി അടുത്തൊരു ക്വാർട്ടേഴ്സിൽ ചെന്ന് കയറി. അവിടെ മയങ്ങി വീണ് അവർ പിന്നെ എന്നെ ആശുപത്രിയിലൊക്കെ കൊണ്ടുവച്ച് വന്നു. ഇനി ദേഹമെല്ലാം വേദനയും കാലും കൈക്കെല്ലാം വേദനയും. കമ്പനി ഒരു പോസ്റ്റ് ഇതിനൊരു നടപടി എടുക്കുന്നില്ല. കമ്പനി ഒരു നടപടി എടുക്കുന്നില്ല. കാലാകാലം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു വേദനയായി ആനയോട് ശല്യം കൊണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ആ അമ്മയ്ക്ക് വല്ലാത്ത സങ്കടമല്ലേ, പറയൂ. ഗുഡ് മോർണിംഗ് അഗൈൻ SKM. ഇതാ അമ്മയുടെ മാത്രം സങ്കടമല്ല, കല്ലേലി മേഖലയിലെ തൊഴിലാളികളുടെ പൂർണ്ണമായ ഒരു പ്രശ്നം തന്നെയാണ്. നമ്മൾ നിരവധി തവണ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ സ്ഥലത്തെത്തി. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്താൽ മാത്രം അവിടേക്ക് എത്തുക എന്നതാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഒരു ശീലം. അത് വനത്തോട് ചേർന്ന പ്രദേശമാണ്, അതുകൊണ്ട് തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നടക്കുന്ന പോലെ നടക്കട്ടെ എന്നൊരു നിലപാട് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട്. കാട്ടാനകൾ സ്ഥിരമായി ഇങ്ങോട്ട് റബ്ബർ എസ്റ്റേറ്റിലേക്കും സമീപത്തേക്കും ലയങ്ങളിലേക്കും ഒക്കെ തന്നെ എത്തുന്നു. കഴിഞ്ഞ ദിവസം ഇതേ മേഖലയിൽ ചെങ്ങറ എസ്റ്റേറ്റിൽ സമാനമായ രീതിയിൽ ലയങ്ങൾക്കടുത്തേക്ക് എത്തുകയും കുട്ടികളെ അടക്കം കാട്ടാന ആക്രമിക്കാൻ വരുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ നൽകുകയുണ്ടായി. അപ്പോഴും കാര്യമായ രീതിയിൽ അത് വനത്തിനോട് ചേർന്ന പ്രദേശമല്ലേ, അവിടെ താമസിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന പതിവ് പല്ലവി അല്ലാതെ ഈ കാട്ടാനകളെ സ്ഥിരമായി വനാതിർത്തി കടത്തി ഉൾവനത്തിലേക്ക് കടത്തിവിടാൻ ആവശ്യമായ യാതൊരു നടപടിയും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് ഇത്തരമൊരു സംഭവം നടന്നിരിക്കുന്നത്. ഇവരും മറ്റു തൊഴിലാളികളും ഉണ്ടായിരുന്നു. മറ്റു തൊഴിലാളികൾ പക്ഷേ മറ്റു മേഖലയിലായിരുന്നു. ഈ ആലീസ് ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. കാട്ടാന പാഞ്ഞടുക്കുകയായിരുന്നു എന്നാണ് അമ്മയുടെ വാക്കുകൾ തെളിയിക്കുന്നത്. അതിനുശേഷം അവർ മറ്റൊരു ലയത്തിലേക്ക്, ഒരു ക്വാർട്ടേഴ്സിലേക്ക് കയറിപ്പോയതാണ് അവരുടെ ജീവൻ രക്ഷിച്ചത്. എന്തായാലും വനം വകുപ്പിനെതിരെ നാട്ടുകാരും പഞ്ചായത്ത് അംഗങ്ങളും അടക്കം വലിയ പ്രതിഷേധത്തിലാണ്. പക്ഷേ വനം വകുപ്പ് പറയുന്നത് ഇത് മറ്റു മാർഗങ്ങളില്ല, ആനകളെ വന്നാൽ ഞങ്ങൾ തുരത്താം, അല്ലാതെ സ്ഥിരമായി ഉൾവനത്തിലേക്ക് പറഞ്ഞയക്കാൻ മറ്റു മാർഗങ്ങളില്ല എന്നൊരു നിലപാടാണ് വനം വകുപ്പ് സ്വീകരിക്കുന്നത്. ഇതിൽ കടുത്ത പ്രതിഷേധം നാട്ടുകാർക്കുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്.